ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ചെമ്മീൻ ബിരിയാണി ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നല്ല ടേസ്റ്റുള്ള ഈ തേങ്ങാപ്പാൽ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് കായം കൂട്ടിയെടുക്കാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെമ്മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്ര ചെമ്മീനാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീനല്ലേ എടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ആ ചെമ്മീൻ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിൽ നല്ല പിടിക്കട്ടെ. അതുപോലെ നല്ല മിക്സ് ചെയ്ത് നല്ല മസാലയൊക്കെ നമ്മുടെ ചെമ്മീനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ഒക്കെ ആയാലും കുഴപ്പമില്ല. ഇവിടെ കോൺഫ്ലവർ ഇല്ലാത്തത് കാരണം ഞാനൊരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാന് ചൂടാകുമ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മുടെ ചെമ്മീനൊക്കെ വറുത്തെടുത്തിരിക്കുന്നത്. ഒന്നും തട്ടാതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ചെമ്മീനൊക്കെ വറുത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലയൊന്നും നമ്മുടെ ചെമ്മീനും വന്ന് വിട്ടുപോവാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച ചെമ്മീൻ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ചെമ്മീൻ പൊരിച്ച എണ്ണ തന്നെ ഒരു അടികട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള 4 സബോള കുനുകുനേന ചെറുതായി അരിഞ്ഞ് നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കാം. ഈ ഉള്ളി സബോള നല്ലവണ്ണം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സബോള വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഒരു നുള്ളുപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് മതി. അതിലും കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പിട്ട് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സബോളൊക്കെ വാടി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം പാടെ നമുക്ക് നല്ലവണ്ണം നമ്മുടെ ഉള്ളിലേക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം വഴണ്ടി വരട്ടെ. ഇനി ഇതിലേക്ക് വലിപ്പമുള്ള 2 തക്കാളി ഞാൻ ചെറുതായി നൈസായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൽ ഉള്ളിയിലും നമ്മുടെ ഇതിലൊക്കെ കടന്നിട്ട് നല്ല വഴണ്ടി വരട്ടെ, മിക്സായി വരട്ടെ. നല്ലവണ്ണം വാടണം കേട്ടോ. വാടിയാലാണ് നമ്മുടെ മസാല രസം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം വാടി വന്നാലാണ് നമ്മുടെ മസാല നല്ല രസം ഉണ്ടാവുള്ളൂ. ബിരിയാണി മസാലയാണ് പിന്നെ നമ്മുടെ മസാലയിലേക്ക് ഞാൻ ചേർക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ മസാലയിൽ ചേർക്കുന്നില്ല. ഈ ബിരിയാണി മസാല ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ചെമ്മീൻ ബിരിയാണി വെക്കുകയാണെങ്കിൽ നിങ്ങളെ ചെമ്മീൻ ബിരിയാണി ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ ഫുള്ള് പാല് ഞാൻ എടുത്തിരിക്കുന്നതാണിത്. പിഴിഞ്ഞ പാല് മാത്രമാണ്. ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ആ പാത്രത്തിൽ എത്ര അരിയുണ്ടോ ആ അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആ ബിരിയാണിക്ക് വെക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇരട്ടി തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് എന്ന് മാത്രം. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കറാമ്പട്ട അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി ലെമണ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചത് നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. തേങ്ങാപ്പാൽ ബിരിയാണിയും അതിലേക്ക് ചെമ്മീൻ റോസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇതുപോലെ തള വരുമ്പോൾ നമ്മളത് മൂടിയിട്ട് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ദമ്മിട്ടിട്ട് വേണമെങ്കിലും ഇത് വെക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ റൈസ് കുക്കർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ വെക്കുന്നു. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ ചോറ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാനാണെങ്കിലും അത്രയും ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണ് ഈ തേങ്ങാപ്പാൽ ചെമ്മീൻ ബിരിയാണി. എല്ലാവരും ഇതൊക്കെ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങാപ്പാൽ ബിരിയാണിയിലേക്ക് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഡാൽഡയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ
തേങ്ങാപ്പാലിൽ മാത്രം വെന്ത ബിരിയാണിയാണ്. അത്രയും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. വോൾ ബൈ ബൈ.